ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പതിവ് റോട്ടയിലോട്ട് തന്നെ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടട്ടെ. അപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിലുള്ള കുക്കറും ആ പാത്രമൊക്കെ ഒന്ന് ആദ്യം തന്നെ എടുത്ത് മാറ്റിയിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും കാണിക്കേണ്ടതാണ്. ഇനി അതിനൊരു ഉറപ്പാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ എപ്പോഴും കാണിക്കണം. എല്ലാവരും ചെയ്യുന്നതന്നെയല്ലേ. അപ്പോൾ ചോറ് ഇന്നലെ വെച്ച ചോറ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു. ഇനി നമുക്ക് ചായ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ചായപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയും കുടിച്ചായിരുന്നു. ഇനി നമുക്ക് മോന് കഴിക്കാനുള്ള 2 മുട്ട പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ട് വിസിലിട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലോട്ട് ഇട്ട് അപ്പോൾ അത് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ ചോറ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് വടിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള ഒരു ചെറിയൊരു ഒലത്ത് പോലെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന മുട്ടയും തക്കാളിയും കൂടി അങ്ങോട്ട് ഒലത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിയാണ് ഇട്ടത്. ഉള്ളി അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്ത് വഴറ്റിയിട്ട് നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ തക്കാളി ഇട്ട് കൊടുത്ത്, തക്കാളി കുറച്ച് പഴുത്ത തക്കാളിയായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇതിലിട്ട് കൊടുത്തത്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് വറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ മുട്ട ഉടച്ചൊഴിച്ചായിരുന്നു. അപ്പോൾ 2 മുട്ട ഞാൻ അതിലോട്ട് ഉടച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മുട്ടത്തോരൻ പോലെ. അപ്പോൾ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചോളും. അതാകുമ്പോൾ ചോറ് കഴിച്ചോളും. അപ്പോൾ അതങ്ങോട്ട് ചിക്കി മുട്ട അങ്ങോട്ട് വെന്ത് വന്നപ്പോൾ എല്ലാം അങ്ങോട്ട് ഒതുങ്ങി നല്ല വറ്റി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും സെറ്റ്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.